പ്രശാന്ത്, ഈ പുതിയ കാലത്തിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ സ്ഥാനമാണ്. സമൂഹ മാധ്യമങ്ങൾ പല വഴികളിലൂടെയുണ്ട് അല്ലേ? കയ്യിരിക്കുന്ന മൊബൈലിലൂടെയാണ് ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ആ നിയന്ത്രണം ഫലവത്താകും? ഫലവത്തായാലേ പറ്റൂ. ഒരു രാജ്യത്തൊരു മാധ്യമം വർക്ക് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിന് ഒരു നിയമം ഉണ്ടാക്കിയാൽ നിയമത്തിനനുസൃതമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ മാധ്യമത്തെ വർക്ക് ചെയ്യേണ്ടെന്ന് പറയാനുള്ള അധികാരം രാജ്യത്തിനുണ്ട്. അതിനാ രാജ്യത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത്. സാർ ആദ്യം പറഞ്ഞതുപോലെ സാറിൻ്റെ അടിയാധാരം വരെ ഇപ്പം ഈ പറയുന്നത് പോലെ സോഷ്യൽ ഇതുപോലുള്ള നമ്മുടെ അഡ്രസ്സൊക്കെ കൊടുത്ത് വലിയ രീതിയിൽ ലോക്കൊക്കെ ചെയ്ത് ഫോൺ അങ്ങ് വയ്ക്കും. അതിനകത്ത് നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഈ ഫോൺ പോലും നമ്മുടെ സ്വന്തമല്ല. ഇതിൻ്റെ മൊത്തം നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അവരുടെ കയ്യിലാണ്. അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ആൾക്കാരറിയുന്നില്ല, പക്ഷേ നമ്മളുടെ ജീവിതം വരെ നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയ. ഭക്ഷണം അങ്ങനെ കഴിക്കണം, മരുന്ന് ഏത് ഉപയോഗിക്കണം, ഒരുത്തൻ ബിസിനസ്സിൽ വളരണോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരുത്തൻ തകരണോ, ഇതെല്ലാം നിയന്ത്രിക്കണം. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണം ആര് നയിക്കണമെന്ന് പോലും നിയന്ത്രിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്ക് ആയാലും കൊള്ളാം, ഇൻസ്റ്റാഗ്രാം ആയാലും കൊള്ളാം, ഗൂഗിൾ ആയാലും കൊള്ളാം, അല്ലെങ്കിൽ യൂട്യൂബ് ആയാലും കൊള്ളാം, വരുന്ന ഒരു രീതിയുണ്ടല്ലോ. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ പല ഇടത്തും സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള കൂട്ടായ്മ പല രാജ്യങ്ങളെയും തകർത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെയൊക്കെ മാറ്റി തീരുമാനിക്കുന്ന ഒരു രീതിയിലെ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇവിടെ ഇപ്പം 1.5 ആഴ്ചയായിട്ട് മെറ്റായുടെ സായിപ്പന്മാർ, ഇപ്പം 1.5 ആഴ്ചയായിട്ട് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അടുത്ത്, മന്ത്രിമാരുടെ അടുത്ത് അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ മെറ്റ എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമ് ഒക്കെ ഉള്ള ഒരിടം ഇവിടെ മാത്രം. അതായത് ഈ സായിപ്പിൻ്റെ ഈ സാധനം കഞ്ഞി കുടിച്ച് കിടക്കുന്നതും അല്ലെങ്കിൽ പോട്ടോ അങ്ങനെ പറയണ്ട കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നതും ഇന്ത്യയിൽ നിന്ന് മാത്രം. ഓസ്ട്രേലിയയിലൊക്കെ നിയമമുണ്ട് അല്ലേ? മറ്റു പലയിടത്തും സാർ ചോദിച്ചാൽ ഈ ഫേസ്ബുക്ക് ഒന്നും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഇത് പണ്ട് അതിൻ്റെ ഉദാഹരണം, ഇത് നമ്മളെ പണിയാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ തകർക്കാൻ നിൽക്കുന്നത്. ഇന്ത്യക്ക് അകത്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ ഇപ്പം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന് ബോധ്യം വന്നത്. ഇതിനകത്ത് നമ്മളെ ട്രംപ് 2ാമത് ഭരണം വരുന്നതിന് മുമ്പ് ആദ്യ ഭരണത്തിൽ വന്ന ഒരു കാലം ഓർമ്മയുണ്ടായിരിക്കും. ഭയങ്കര അടുപ്പമായിരുന്നു ഇന്ത്യയുമായിട്ട്. അയാൾ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇപ്പോൾ അത് പറയാൻ കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ആദ്യമേ പറഞ്ഞൊരു കാര്യം ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് എതിരായിരുന്നു. ഇപ്പം അയാൾ എനിക്ക് തോന്നുന്നു അതിന് അനുകൂലമായിട്ട് അതിൻ്റെ കൂടെ അങ്ങ് നടക്കുന്ന ഒരു അവസ്ഥയാണ് ട്രംപ്. ഈ ഡീപ് സ്റ്റേറ്റിനെ എതിർത്തുകൊണ്ടിരുന്ന ട്രംപ് അന്ന് വിളിച്ച് ആദ്യമേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഒരു അല്ലെങ്കിൽ എങ്ങനെ വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് കൊടുത്തതിൻ്റെ ഉപദേശത്തിൽ പുള്ളിയുടെ അറിവനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്ത് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ഒരിക്കലും മെറ്റായെ വിശ്വസിക്കരുത്, ഇവൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ആളാണ്. ഇവനെന്നല്ല പറയാം, ഇത് ഡീപ് സ്റ്റേറ്റിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ട്രൂ സോഷ്യൽ, അയാളുടെ ഒരു സ്വന്തം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നത്. കാരണം ഇത് അട്ടിമറിക്ക് വേണ്ടി നിൽക്കുകയാണ്, എന്നെ ഉൾപ്പെടെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവരതിന് ഇനിയും ശ്രമിക്കും. അതായത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാമല്ലോ, ജോർജ് സോറസ് എന്ന് പറയുന്നവന് ഈ ലോകത്തുടനീളമുള്ള റെജീം ചേഞ്ചിനകത്ത്, ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനകത്ത് ഒക്കെയുള്ള ഒരു അജണ്ട ഉള്ളവനാണ്. അത് ഇതേമാതിരി അവൻ കാശ് അവൻ്റെ കയ്യിൽ കാശ് മേടിച്ചിട്ട് അവൻ്റെ അജണ്ട പാസ്സാക്കും. അതുപോലെ ഈ മാഫിയകളുണ്ട്. ഒന്ന് ഡ്രഗ് മാഫിയ, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇന്ധന മാഫിയ, മനസ്സിലായില്ലേ? അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ലോകത്തുടനീളം അവർക്ക് അനുകൂലമായിട്ട് ഉള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട രാജ്യങ്ങളെയൊക്കെ ഒരു ഉറ്റുനോക്കാറുണ്ട്. അതിനുവേണ്ടി അവർക്ക് ആ കാര്യങ്ങൾ ഒരുക്കാൻ പ്രാപ്തമായിട്ടുള്ള, ഒരുപക്ഷെ രാജ്യത്തിന് പോലും ഗുണമുണ്ടാവണമെന്നില്ല, ഒരുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഭരണാധികാരികളെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സിസ്റ്റത്തെ കൊണ്ടുവരാൻ വേണ്ടി അവർ ആ രാജ്യത്ത് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കും. ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആ രാജ്യത്തിൻ്റെ വികസനത്തിലൂന്നിയുള്ള കാര്യങ്ങൾ ഇവർക്ക് പ്രാപ്തമായിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്നത് പോലെയുള്ള കരാറുകളായിരിക്കണം. ഈ അങ്ങനെ റെജീം ചേഞ്ചും അല്ലെങ്കിൽ ഭരണ സംവിധാനം ഒരുക്കിയതിന് ശേഷം ഈ കരാറുകൾ ഇവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭരണത്തിലേറുന്നവരുമായിട്ട് എഗ്രിമെന്റ്, എന്നിട്ട് ഇത് ഇവർ മറിച്ച് വിട്ട് കൂടുതലുണ്ട്. അതൊക്കെയാണ് ജോർജ്. അപ്പോൾ ഇതേ ഒരു സംവിധാനം ഇവിടെ ഈ പാറ്റാ സമരത്തിനകത്തുനിന്നും മറ്റു പല സമയങ്ങളിലും ഇത് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതാണ്. നമുക്ക് സോഷ്യൽ മീഡിയയുടെ
പ്രവർത്തിക്കുന്നതിന് നമ്മുടേതായ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ വെച്ച് മുന്നോട്ട് പോയപ്പോൾ ഗൂഗിൾ അതിനകത്ത് വലിയ കുഴപ്പമൊന്നും കാണിച്ചില്ല, അതെല്ലാം പാലിക്കാമെന്ന് പറഞ്ഞ് ഒപ്പിട്ടാണ് മുമ്പോട്ട് പോയത്. യൂട്യൂബും അതൊക്കെ തന്നെയാണ്. പക്ഷെ അന്നും വാട്സപ്പ്, ഈ പറയുന്ന ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ ചില പൊക്കത്തില്ല എന്ന് പറയുന്നു. അത് കോടതി വന്നിട്ട് കോടതി പിന്നെ അതിന് നിയന്ത്രണത്തിൽ നിർത്തണമെന്ന് കോടതിയുടെ ഡയറക്ഷൻ സുപ്രീം കോടതി ഉൾപ്പെടെ ഇവിടെ വന്നതാണ്. അപ്പം ഇപ്പോഴും വാട്സപ്പിന്റെ കേസ് നടക്കുകയാണ്. വാട്സപ്പിന്റെ കാര്യം ഇനി തീരുമാനിക്കുന്ന കേസ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സംസാരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. അതായത് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഈ നമ്മൾ പറയുന്ന കണക്ക് സ്ത്രീകളെ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഈ ഉപയോഗിക്കുന്നതിനകത്തുള്ള നിബന്ധന അല്ലെ മറ്റു പലതും പോപ്പ് വീഡിയോസ് മറ്റും പലതും അവൈലബിൾ ആയിട്ട് കിടക്കുന്ന, അതായത് എന്തൊക്കെ ഒരു രാജ്യത്തിന് ഗുണമല്ലാതാവുകയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്തതുമോ ഒക്കെ വേണ്ട വിധത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് ഈ കഴിഞ്ഞ അതിന് ഉദാഹരണം ഏറ്റവും ആൾക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞ പാറ്റാ സമരത്തിനകത്ത് ഈ പാറ്റാ സമരത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ആണ്. അതുകൊണ്ടാണ് മോദി ഇൻസ്റ്റാഗ്രാം ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാർ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. രാജ്യവിരുദ്ധ ശക്തികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും രാജ്യത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും മറ്റു പലരും അവരുടെ ഇതിനകത്ത് ഉപയോഗിക്കാതെ വരികയും ചെയ്തു. തൊല്ലം ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ചെറുപ്പക്കാരും മറ്റും ഉപയോഗിക്കുന്ന ഇടമായി ഇൻസ്റ്റാഗ്രാം. അവിടെ രാജ്യവിരുദ്ധർ കടന്നു കയറിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചു, അമ്മയെ ആക്ഷേപിച്ചു, അച്ഛനെ ആക്ഷേപിച്ചു, രാജ്യത്തെ ആക്ഷേപിച്ചു, സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള പോസ്റ്റുകൾ വന്നു, അല്ലെ കുഞ്ഞുങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പോസ്റ്റുകൾ വന്നു. ഇതൊന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ നിബന്ധന പാലിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇത്ര ദിവസിക്കാം അമിത്ഷാ വിളിച്ച് പറയാൻ 3 ദിവസിക്കാം മറുപടി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. 3 ദിവസിക്കാം ഇവിടെ അന്ന് സുക്കൻബർഗ് എന്ന് പറഞ്ഞ ഒരുത്തിനാ, സുക്കൻബർഗ് അന്നല്ല മാപ്പ് പറഞ്ഞ ആദ്യം. സുക്കൻബർഗിനെ പുകഴ്ത്തുന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ നമ്മുടെ പറഞ്ഞ ആളുകൾ സുക്കൻബർഗ് പേടിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ കാര്യങ്ങൾ നീക്കൂ, ഭയപ്പെടരുത്. അതായത് സുക്കൻബർഗ് നടത്തുന്നത് ഇവിടുത്തെ നമ്മൾ പറയുന്ന പോലെ ഈ നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയാണ്. അതായത് ഒരു രാജ്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ സായിപ്പിന്റെ സംവിധാനം, ഇതുപോലെ ജോർജ് സോറസിന്റെ സംവിധാനം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ മാറ്റുന്നതിന് നമ്മളെ സിസ്റ്റത്തെ മാറ്റിയിട്ട് അവർക്ക് യോഗ്യമായിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്ന് രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇടത്ത് അത് കണ്ടെത്തി നിയന്ത്രിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവർ ആ നിയന്ത്രണത്തിന് വിധേയം അല്ലെങ്കിൽ ഇവിടുന്ന് പോകണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇതിന്റെ കൂടെ നിൽക്കുകയാണ്, ഇവർക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ നിൽക്കുക. 2024 സംഭവിച്ചതാ ലോക്സഭാ ഇലക്ഷന്, മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഇത് വീണ്ടും സംഭവിച്ചു. കൃത്യമായ നിയന്ത്രണം, അൽഗോരിതം ചേഞ്ച് ചെയ്യണം അല്ലെ റീവാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള സംസാരം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ സംസാരിച്ച് നമ്മൾക്ക് മാക്സിമം നമ്മൾ പറയുന്ന ഇടത്തല്ലാതെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇനി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഒരു രീതിയില്ല. 2020 ഒരു കാലം ഓർമ്മയുണ്ടായിരിക്കും. ഇതിനെക്കാട്ടി വലിയ റേഞ്ചുള്ള ചൈനീസ് ആപ്പായിരുന്നു ഇവിടുത്തെ ടിക്ടോക്ക്. അറിയാമോ? ഏറ്റവും വലിയ റീച്ച് ഇപ്പോഴും ഇപ്പോഴും ടിക്ടോക്കിന് ഈ പറയുന്ന ഫെസിലിറ്റീസ് ഒന്നും ഇൻസ്റ്റാഗ്രാമിന് ഇല്ല. അവർക്ക് അനുബന്ധമായിട്ടുള്ള 240 പുറത്ത് ആപ്പുകളൊന്നും നിയന്ത്രിച്ചതാ. ആലിബാബ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായി. നമ്മുടെ ഈ സാധനങ്ങൾ ഉപ്പോട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും. ഇപ്പൊ ഉണ്ടോ? ചൈന നിരോധിച്ചു. ഇപ്പൊ ഇവിടെ പോയി ആ സാധനമേ ഇല്ല. പക്ഷെ ഇപ്പം അത് വീണ്ടും വരുന്നുണ്ട്. എനിക്കൊന്ന് ഡൽഹിയില് അതിന്റെ ഒരു ഓഫീസ് ഇന്ത്യയുടെ ഭാഗമായിട്ട് അവർ തന്നെയാണ്. പക്ഷെ ഇന്ത്യയുടെ നമ്മൾ പറയത്തില്ല, ഇപ്പം BMW എന്ന് പറയുന്ന കാറ് അല്ലെ മറ്റു കാർ ഇന്ത്യക്കകത്ത് വന്നിട്ട് ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ച് ആണ് നിർമ്മിക്കുന്നത്. അതിന് ഇതിന്റെ നിയന്ത്രണം ആ രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പം മോദി ഉദ്ദേശിച്ചിട്ടുണ്ട്. മോദി നമ്മൾ പറയുന്ന ഭരണാധികാരിയല്ല. അതോടുകൂടി ഇൻസ്റ്റാഗ്രാം ഇപ്പൊ തന്നെ നിബന്ധന അനുസരിച്ച് വരും. അതിനുശേഷം ഇതിനെ ഇവിടെ ഏതാണ്ട് 1-2 മാസത്തിനകം ഇവിടെ തുടങ്ങാനുള്ള സാധ്യത കാണുന്നത്. തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇത് പൂർണ്ണമായിട്ടും പോകും. അതായത് ഒരു രാജ്യത്തെ ഒരു മനുഷ്യന്റെ അടിസ്ഥാന കാര്യങ്ങൾ വരെ തീരുമാനിക്കാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ഇപ്പൊ തന്നെ സാറ് തന്നെ അറിയാമല്ലോ, എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ഉടനെ എടുത്ത് നോക്കുന്നേ ഇവിടെ. ഇത് രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ തൊട്ട് വലിയൊരു വരെയായി. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഇൻഫർമേഷൻസ് നമ്മൾ രാവിലെ പത്രം വായിച്ചിട്ട് അത് ശരിയാണെന്ന് വിചാരിക്കുന്ന പോലെ ഇതിനകത്ത് വരുന്ന ഇൻഫർമേഷൻസ് ഫേക്ക് ആണെങ്കിലും രാജ്യത്തിനെതിരാണെങ്കിലും അതൊക്കെ ശരിയാണെന്ന് ധരിക്കുന്ന രീതിയിലേക്കുള്ള ആൾക്കാരെ സാറേ 80%. കാരണം ഇതിനകത്ത് ഇവർക്ക് അജണ്ട ഉണ്ട്, ഇവരുടെ അൽഗോരിതം ഉണ്ട്. അൽഗോരിതത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാനും അതിന് റീച്ച് ഉണ്ടാക്കാൻ സാധിക്കും. അവർക്കെതിരായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ വരാതിരിക്കാൻ സാധിക്കും. ഇത് ആൾക്കാർ കാണാതിരിക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ഉള്ള അറിവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വിചാരിക്കും വേറെ പല കാര്യത്തിനും വലിയ അറിവുള്ളവരും വലിയ പദവിയിലിരിക്കുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനത്തെ ഉള്ള അറിവൊന്നും ഇവർക്കില്ല. അപ്പം ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും സോഷ്യൽ മീഡിയ. ആ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇവർ പല കാര്യങ്ങളും ചെയ്തത്. അപ്പൊ അതേ അവസ്ഥയിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാം ഈ പറയുന്ന സായിപ്പ് ശ്രമിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഈ പറഞ്ഞ ട്രംപ് പറഞ്ഞ ഇവനത്ര മോശം പുള്ളിയല്ല.
ഇവൻ ഇതിനു വേണ്ടിയുള്ള പണി നടത്തുന്നവനാണ്, അത് എനിക്കെതിരെ വരെ അമേരിക്കക്കെതിരെ വരെ നടത്തിയതാണ്. അപ്പം മോദി ഇത് ആദ്യമേ സൂക്ഷിച്ചോണെന്ന് അന്നേ പറഞ്ഞാണ്. ഇപ്പം മോദിക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോ അവർ എടുത്തു കളഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട വീഡിയോ അതിനൊക്കെ ഇപ്പം പിന്നെ തിരിച്ചിടുകയും മറുപടി പറയുകയും കാരണങ്ങൾ പറയുകയും അതിന്റെ സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് ആണെന്ന് പറയുകയൊക്കെ ചെയ്തു. ഒരു സിസ്റ്റത്തിന്റെ കംപ്ലൈന്റും അല്ല. ഈ പറയുന്നത് പോലെ ആ പാർട്ടിയുടെ സമരത്തിനകത്ത് അവരാഗ്രഹിച്ച അജണ്ട അട്ടിമറിക്ക് വേണ്ടിയുള്ള അജണ്ട വലിയ വലിപ്പത്തിൽ വന്നപ്പോൾ അതിനകത്ത് മോദിയുടെ ഒരു വീഡിയോ വന്നപ്പോൾ അതിനകത്ത് ആ അജണ്ടയ്ക്ക് അപ്പുറം മോദിയുടെ ആ കാര്യങ്ങൾ കേൾക്കുന്നതിനും ഇതാണ് ശരിയെന്ന് തോന്നിപ്പിക്കുന്നതിനും അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് നിങ്ങൾ വിശ്വസിക്കരുത്. ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കൂടാണ് ഈ ഗവൺമെന്റ് ഈ സംവിധാനം നമ്മൾക്ക് ഒരുക്കാൻ നിങ്ങൾ എന്നോട് സമ്മതിക്കുമെന്ന് പറഞ്ഞ വീഡിയോ എടുത്തു കളഞ്ഞേ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്നതും അതോടുകൂടി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതുമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി വീഡിയോ എടുത്തു കളഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതിനകത്ത് ഉള്ള അജണ്ട മനസ്സിലാക്കണം. ആ അജണ്ട ഗവൺമെന്റിന് മനസ്സിലായി കൃത്യമായി നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. നാളെ കാലത്തെ സാറിന്റെ ഇൻസ്റ്റാഗ്രാം പോയാൽ സാർ വിഷമിക്കുകയും ചെയ്തത്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ടിക്ടോക്കിന്റെ കൂട്ട് വേണ്ടാതെ 2020 അറിയാമല്ലോ, നമ്മുടെ ചൈനയെ നമ്മളായിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ അതിർത്തിയിൽ നടന്നപ്പോൾ നമ്മുടെ അകത്ത് നിന്നുകൊണ്ട് നമുക്കെതിരെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രചരണം നടത്തിയതിനെ അന്ന് ഒറ്റ മാസം കൊണ്ട് എടുത്തില്ലാടും ദൂരെ കളഞ്ഞ് മോദി. അപ്പൊ മോദിക്ക് അതിനൊന്നും പേടിയില്ല. മോദി കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വേറെ രീതിയിലായിരിക്കും ഇതിന്റെ ഓപ്പറേഷൻസ് എന്നുള്ള കാര്യം നമ്മൾ പറയത്തില്ല. ചിലവന്മാരെ സാറിനെ ഇരുത്തി പല്ലപ്പല്ലെ അങ്ങ് സൈലന്റ് കില്ലിങ് എന്നൊക്കെ പറയും. പെട്ടെന്ന് വെടിവെച്ച് കൊല്ലത്തില്ല, ആരും അറിയാത്തവനെ അങ്ങ് തീർക്കും. അത് ഉടനെ സംഭവിക്കും. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇനി നമുക്ക് ഓർമ്മയിലേക്ക് പോകും. ഇപ്പം തന്നെ ഫേസ്ബുക്ക് ഒന്നും നമ്മൾ പറയുന്ന കാര്യമൊന്നുമില്ല. ഫേസ്ബുക്കിൽ റീച്ച് ഒന്നുമില്ല. ഫേസ്ബുക്കിനകത്ത് കാര്യങ്ങൾ റീച്ച് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിന് അങ്ങോട്ട് കാശ് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ട്? ആ ഒരു അവസ്ഥയെ തിരക്കേ അറിയാം. ഏതായാലും ഇതുപോലെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. അത് തീരുമാനമെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. സായിപ്പന്മാർ വരത്തില്ലാത്ത ഇടത്ത് സായിപ്പന്മാരിപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ വേണ്ടപ്പെട്ട മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെന്ന് മാപ്പ് പറഞ്ഞ് സമാധാനം പറഞ്ഞ് പറയുന്നത് കേട്ട് അനുസരിച്ച് പൊക്കോളാം എന്നുള്ള രീതിയിലേക്ക് ഇരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയിലേക്ക് അട്ടിപ്പേറ് കിടക്കുകയാണ് ഡൽഹിയിൽ. അറിയാവോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.